ഒരു വിഖ്യാത ജർമ്മൻ ലൂതറൻ പാസ്റ്റർ ആയിരുന്നു മാർട്ടിൻ നീമോളർ. അദ്ദേഹം 1920-ലും 1930 കാലഘട്ടത്തിൽ, ഇതിനിടയിൽ ഉള്ള കാലഘട്ടത്തിൽ ഒരു അറിയപ്പെടുന്ന കവിയായിട്ട് അദ്ദേഹം മാറി. കവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിഖ്യാതമായ ഒരു കവിത എഴുതി, കുറച്ച് വരികളേ ഉള്ളൂ. ഫസ്റ്റ് ദേ കെയിം, അവരാദ്യം വന്നു എന്നുള്ളതാണ് ആ കവിതയുടെ പേര്. അപ്പോൾ ആ കവിത എന്താണെന്ന് ഇന്നത്തെ കാലാവസ്ഥയിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ചിന്തിക്കേണ്ട കാര്യമായതുകൊണ്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് ഞാൻ പണ്ട് CAA അതിനെതിരെയുള്ള പ്രക്ഷോഭകാലത്ത് ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്, മാർട്ടിൻ നീമോളറെ കുറിച്ച്. അപ്പോൾ ആ കവിത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയ വരികളാണ്. അതിന് പല രൂപഭേദങ്ങളും ആളുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറിയാവുന്ന രൂപം ഞാൻ പറയുന്നത് ഏതാണ്ട് അതിൻ്റെ ശരിയായ രൂപമാണോ എന്ന്. അതിൽ പറഞ്ഞത് ആദ്യം അവർ ഫസ്റ്റ് ഡേ കെയിം എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ കെയിം, ആദ്യം അവർ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡേ കെയിം, അവരാദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയനിസ്റ്റുകളെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ ഒരു ജൂതനല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് കമ്മ്യൂണിസ്റ്റുകളെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് എന്നെ അന്വേഷിച്ചായിരുന്നു. ഞാൻ ചുറ്റും നോക്കി, എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു. എത്രത്തോളം വലിയൊരു കവിതയാണെന്ന്, നല്ലൊരു കവിതയാണെന്ന് ആലോചിച്ചു ഈ വരികൾ. അതായത് ഹിറ്റ്ലറുടെ നാസി റെജീമിനെതിരെ അന്നത്തെ കാലത്ത് പൊരുതാൻ ധൈര്യം കാണിച്ച ഒരു കവിയാണ് മാർട്ടിൻ നീമോളർ. അദ്ദേഹം വളരെ പ്രശസ്തനായി ഇതോടുകൂടി. പക്ഷെ അദ്ദേഹത്തിന് ഒളിവ് ജീവിതം നയിക്കേണ്ടതായിട്ട് വന്നു ഹിറ്റ്ലറുടെ ഇന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ ഇടയ്ക്ക് തടങ്കൽ പാളയത്തിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ, അതായത് മെത്രാൻ, അഖിലേന്ത്യാ മെത്രാൻ സഭ, അവർ ഈ വഖഫ് ബില്ല് പാസ്സാക്കിയതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരുപാട് പ്രശംസിച്ച് അതിനെ വളരെയധികം അഭിനന്ദിച്ച് മുമ്പോട്ട് വന്നു. പക്ഷേ കുറേ സഹോദരങ്ങൾ, സംഘടനകൾ തന്നെ അതിനെതിരെ, ഇവർക്കെതിരെ പ്രതികരിച്ചു. കാരണം ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന്. ന്യൂനപക്ഷ അവകാശങ്ങളുടെയും മറ്റ് മതങ്ങളുടെയും ന്യൂനപക്ഷ അവകാശങ്ങളും മറ്റ് മതങ്ങളുടെ അവകാശങ്ങളും കവർന്നെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരിക്കലും അനുവദനീയമല്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അവർ ഈ മെത്രാൻ സഭയെ അറിയിച്ചിട്ടുണ്ട്. എഴുത്തുകൾ മൂലം ഒക്കെ അവരെ അറിയിച്ചു. കാരണം നിങ്ങളിത് സന്തോഷിക്കേണ്ട എന്ന്. ഞാനും പറയുന്നു നിങ്ങൾ സന്തോഷിക്കേണ്ട എന്ന്. കാരണം ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി, വസ്തു ഉള്ളത് ആർക്കാണെന്ന് അറിയാമല്ലോ, പറയാതെ തന്നെ. അതായത് കത്തോലിക്ക സഭയ്ക്കാണ്. അത് രഹസ്യമൊന്നുമല്ല, പരസ്യമാണ്. നമ്മുടെ കണക്കിനകത്തെല്ലാം ഉള്ളതാണ്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. വഖഫ് ഭൂമിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, വളരെ കുറവാണ്. അപ്പോൾ വഖഫ് ഭൂമി പിടിച്ചെടുക്കുക, മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുക, അതിന് ഏതാണ്ട് കൂട്ടുനിൽക്കുന്ന ഒരിടപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മെത്രാൻ സഭ സ്വീകരിച്ചത്. അപ്പം ഞാനിത് ഈ വഖഫ് ബോർഡ് ബില്ലിനെ കുറിച്ച്, വഖഫ് ആക്ടിനെ കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. കാരണം അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് അത് ഉള്ള കാര്യം കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു മുൻ ന്യായാധിപനായിരുന്ന ഞാൻ അതിൻ്റെ ഒരു തീർപ്പ് ഏൽപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല ഇപ്പോൾ. അത് പിന്നെ ഞാൻ പ്രതികരിക്കാം, അതിനെക്കുറിച്ച് ഞാൻ പറയും. ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് പറയണം, ഇതിൻ്റെ വരുംവരാഴികൾ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വളരെ എല്ലാവരും കൊട്ടിഘോഷിക്കുമല്ലോ മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബില്ല് വന്നതോടുകൂടി, ഈ ആക്ട് വന്നതോടുകൂടി എല്ലാം നല്ലതാണ്. കാരണം ആക്ട് വന്നതോടുകൂടി എല്ലാം നല്ലതെന്ന് പറഞ്ഞാൽ ഒരു 50 പേര് BJP ചേർന്നു. അതിനകത്തുനിന്ന് ഇനിയും ഏതാണ്ട് 100 പേരെങ്കിലും കാണും ചേരാൻ. ഇനി ഏതാണ്ട് 1000 പേരുടെ ഏതാണ്ട് ജാഥ
ഇതുപോലെ ജയ് മോഡി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ജാഥ നടത്താൻ പോകുന്നു. അതിനൊക്കെ ആള് കിട്ടും, അതൊക്കെ ശരിയാണ്. അതല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇല്ലോ നിങ്ങളൊന്ന് കാത്തിരുന്ന് കണ്ടോളൂ. ഈ മുനമ്പത്തെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ഈ ആക്ട് കൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും കിട്ടാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത് ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്ടിന്റെ വരുംവരാഴികളെ കുറിച്ചൊന്നും അതിന്റെ അന്യായങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഇവരുടെ പുറകെ നിങ്ങൾ പോകണ്ട. പിന്നെ കത്തോലിക്ക സഭ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാർട്ടിൻ നീമോളറിന്റെ കാര്യമൊന്ന് ആലോചിച്ചോളൂ. ആ കവിത ഫസ്റ്റ് ദേക്കയും ആ കവിത നിങ്ങൾ ഇന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം ഓർഗനൈസറിൽ അടുത്ത സമയത്ത് വന്ന് എല്ലാവരും വായിച്ചതിന് ശേഷം പിൻവലിക്കപ്പെട്ട ഒരു ലേഖനമുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. 1925 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കയ്യിൽ നിന്നാണ് ഈ കൂടുതൽ ഭൂമികളെല്ലാം കത്തോലിക്ക സഭയ്ക്ക് കിട്ടിയത്. അത് പലതും കൂടുതലും 99 വർഷത്തേക്ക് ഉള്ളതാണ്, കുത്തകപ്പാട്ടം പോലാണ് കൊടുത്തേക്കുന്നത്. അപ്പം സാധാരണ അങ്ങനെ വന്ന് കയ്യിലിരിക്കാറുണ്ട് വസ്തുക്കൾ. പക്ഷേ ആ വസ്തുക്കൾ 2026 ആകുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയുമെന്നും അത് തിരിച്ചെടുക്കണമെന്നും പതുക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്ന് മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ കൂട്ടുനിൽക്കുന്ന നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കാരും കാണത്തില്ല. ജബൽപൂരിൽ ഇവിടുത്തെ പുരോഹിതന്മാരെ, അച്ഛന്മാരെ എനിക്കത് കണ്ട് സങ്കടം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ വളരെ സ്നേഹിക്കുന്നതും ആശ്ലേഷിക്കുന്നതും നമ്മൾ കണ്ടല്ലോ. പോലീസിന്റെ മുമ്പ് വെച്ചാൽ എടുത്തിട്ട് അടിക്കുന്നത്, ശരിക്കും ചാർത്തിയിട്ടുണ്ട് അവരെ കേട്ടോ. അങ്ങനെയുള്ള അപ്പോഴാണ് ഇവിടെ ഇവരുടെ പുറകെ നടന്ന് ഇതിന് നിങ്ങൾ ഓശാന പാടി കൊടുക്കുന്നത്. പലപ്പോഴും അതിൽ ബുദ്ധിമുട്ടുണ്ടാകാം. കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ അത്രത്തോളം ആത്മാർത്ഥതയും സാക്ഷരതയും ഉള്ള ജനങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അയൽക്കാരനെ, അയാളെ ഏത് മതത്തിൽപ്പെട്ട ആയാലും ഒരുത്തം ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തടയും. അത് അയാൾ ക്രിസ്ത്യാനിയാന്നോ ഹിന്ദുവാന്നോ അല്ലെങ്കിൽ സിഖുകാരനാന്നോ പാഴ്സിയാന്നോ ഒന്നും നോക്കത്തില്ല. അയാളെ നമ്മൾ തടഞ്ഞിരിക്കും. ഇവിടുത്തെ എല്ലാവരും അങ്ങനെ ചെയ്യും. ഇവിടെ ആരും എടുത്തിട്ട് ആരെയും ആക്രമിക്കാനൊന്നും ആരും സമ്മതിക്കത്തില്ല. ഇവിടുത്തെ അച്ഛന്മാരെയും ഈ അമ്മമാരെയും ഒന്നും സഹോദരിമാരെയും ഒന്നും ആക്രമിക്കാൻ ഞങ്ങളാരും സമ്മതിക്കത്തില്ല. അത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആ കാര്യത്തിൽ കാണും ഒരിക്കലും. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കാത്തത്. പക്ഷേ വെളിയിലുള്ളപ്പോൾ ഇനി അത് ഇങ്ങോട്ട് പതുക്കെ വ്യാപിക്കാൻ അത് ഇവിടെ ഓടത്തില്ല. അതിന് പകരമാണ് ഇങ്ങനെയുള്ള ചില ജിമ്മിക്കുകൾ ഇവർ നടത്തി നിങ്ങളെ വഞ്ചിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ആരെയും ആക്ഷേപിക്കാനല്ല, ഇതിൻ്റെ കാര്യകാരണ സഹിതം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒന്നും ഇതിനകത്തില്ല, യാതൊരു അജണ്ടയും ഇതിനകത്തില്ല, ഒരു വർഗീയതയില്ല. പക്ഷേ വഖഫ് ബില്ലെന്ന് പറയുന്നതിനെ സംബന്ധിച്ച്, വഖഫ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ചോദിക്കട്ടെ, നിങ്ങളുടെ ചർച്ച് ആക്ട് കൊണ്ടുവന്നിരിക്കട്ടെ. ചർച്ച് ആക്ട് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അതിൻ്റെ ബോർഡിൽ ഒരു 2 മുസ്ലിങ്ങളെ ഒരു 3-4 ഹിന്ദുക്കളെയും കൂടെ ചേർത്താൽ നിങ്ങൾക്ക് എന്തോ തോന്നും? നിങ്ങളുടെ വസ്തുവകകൾ ഭരിക്കാനായിട്ട്. അതുപോലല്ലേ ഇവിടെ വഖഫ് പ്രോപ്പർട്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയേക്കുന്നതല്ലേ വഖഫ് പ്രോപ്പർട്ടി. അത് ഭരിക്കാനായിട്ട് ആ വഖഫ് ബോർഡിൽ അഹിന്ദുക്കളായിട്ടുള്ള 2 പേരെ വേണമെന്ന് കേട്ടോ. എവിടുത്തെ ന്യായം നിയമമായത്? പോട്ടെ, അത് സാരമില്ല. ഇനി അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഉള്ളപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേ ഉപദ്രവം നിങ്ങൾക്ക് വരാം. അത് തിരിച്ചറിയുന്ന കുറച്ച് സഹോദരങ്ങളെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അവരത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നിങ്ങളെ ഉപദേശിക്കാൻ അവർ വരുന്നത്. അതൊന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കുക.